2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതും ജീവനോടെ ആ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നു എന്ന് സ്വന്തം അമ്മാവൻ കുറ്റസമ്മതം നടത്തുകയാണ്. പോലീസിൽ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമുക്കിനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഗൂഗിൾ? ആര്യ, അങ്ങനെ ആ കുഞ്ഞിന്റെ മരണത്തിൽ ഇപ്പോൾ കൊലപാതകി ആരാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ഹരികുമാർ തന്നെ താനാണ് കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അറിയേണ്ട കാര്യം എന്തിന് കുട്ടിയെ കൊന്നു എന്നുള്ള വിവരമാണ് അറിയേണ്ടത്. അത് പോലീസ് ഹരികുമാറിനോട് ചോദിച്ചിട്ട് ഹരികുമാർ ഇപ്പോഴും ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹരികുമാർ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഹരികുമാർ തെറിപ്പിച്ച് പറയുന്നത് താൻ തന്നെയാണ് കുട്ടിയെ എറിഞ്ഞു കൊന്നത് എന്നുള്ള കാര്യത്തിൽ ഹരികുമാർ പറയുന്നു. അപ്പോഴും അമ്മയുടെ സഹായം കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ സഹായം ഉണ്ടായിരുന്നു, ഹരികുമാറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. ഒപ്പം ഈ ശ്രീജിത്തിന്റെയും സഹായം ഹരികുമാറിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 3 പേരും ഈ കേസിൽ, കുട്ടിയെ കൊന്ന കേസിൽ പ്രതികളാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 3 പേരുടെയും പങ്ക് ഇതിൽ കൃത്യമായി ഉണ്ട്. ഇവർ സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലായിരുന്നു, സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട്. ഇതിൽ എന്ന് പറയുമ്പോൾ ശ്രീജിത്തിന്റെ പങ്ക് എന്താണ്, അച്ഛന്റെ പങ്ക് എന്താണ്? അച്ഛൻ അറിഞ്ഞിരുന്നോ? ഇതിൽ 3 പേരുടെയും മൊഴികൾ 3 തരത്തിലാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസിനെ ഇത്രത്തോളം ദുർഘടമാക്കിയത്. കാരണം രാവിലെ കുട്ടി വീണു എന്ന് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പരിശോധനകൾ നടക്കുമ്പോഴാണ് കുട്ടിയെ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത്. അപ്പോഴൊക്കെ ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്തും ഇവർ 3 പേരും 3 തരത്തിലുള്ള മൊഴികളുമായി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേരുടെയും മൊഴികൾ, അതുപോലെ തന്നെ അച്ഛൻ ശ്രീജിത്തിന്റെ മൊഴിയും ഇത്തരത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കുട്ടി അമ്മയ്ക്കൊപ്പമാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നു, അതുപോലെ തന്നെ അമ്മ പറയുന്നു അച്ഛനൊപ്പമാണ് കിടന്നുറങ്ങിയതെന്ന്. എന്നാൽ സഹോദരനിലേക്ക് കൂടി എത്തുമ്പോൾ സഹോദരൻ അത് അരക്കിട്ട് ഉറപ്പിക്കുന്നു, തന്റെ ഒപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പിന്നീട് ഇത്രയും നേരത്തെ സ്റ്റേഷനിൽ ഇത്രയും നേരം ഉള്ള ചോദ്യം ചെയ്യലിലാണ് താനാണ് കുട്ടിയെ കൊന്നതെന്ന് ഹരികുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കുട്ടിയെ കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരികുമാറിനെ രണ്ടാം വട്ടമാണ് ഇപ്പോൾ പോലീസ് പരിശോധനകൾക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഹരികുമാർ. പക്ഷേ ഇനിയും കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തിനാ 2 വയസ്സുകാരിയെ കൊന്നു? അതിൽ ഈ ഹരികുമാർ മാത്രം ഒറ്റയ്ക്ക് ചെയ്തൊരു കൃത്യമാണോ? അതിൽ അമ്മ ശ്രീധുവിനും അച്ഛൻ ശ്രീജിത്തിന്റെയും പങ്ക് എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഇവരുടെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ സംശയങ്ങൾ പറയുന്നുണ്ട്. നമുക്ക്